യേശുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അവസരമാണ് ക്രിസ്മസ്. ഒരു പെൺകുട്ടി ജന്മഭാവമില്ലാതെ ജനിക്കുന്നു. പിന്നീട് ആ പെൺകുട്ടി കന്യകയാണ്. എന്നിട്ടും അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുന്നു. തൻ്റെ കന്യാത്വം നഷ്ടപ്പെടാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. ഇങ്ങനെ നിരവധി അത്ഭുതങ്ങളാണ് ക്രിസ്മസിന്റെ പശ്ചാത്തലത്തിൽ നടന്നത്. എന്തുകൊണ്ട് ഈ അത്ഭുതങ്ങൾ നടന്നു എന്നതിന് ഉത്തരം യോഹന്നാൻ 3:16 പറയുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആര് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം എത്രമാത്രമാണ് സ്നേഹിച്ചത് എന്നുള്ളത് വചനം പറയുന്നു. പുത്രനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്നേഹിച്ചു. ആകട്ടെ തൻ്റെ ദൈവികത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. പിന്നീട് ആ പുത്രൻ കുരിശിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിന് നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമേ പറയാനുള്ളൂ. ലാഭമില്ല, നേട്ടമില്ല. ഈ ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളും പ്രാവർത്തികമാക്കേണ്ടത്. അപരന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കുന്ന, ത്യാഗങ്ങൾ സഹിക്കുന്ന സ്നേഹം. ഞാൻ എൻ്റെ നേട്ടവും എൻ്റെ ലാഭവുമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് സ്നേഹമല്ല, അത് വെറും ഇഷ്ടം മാത്രമാണ്. ഈശോ ആഗ്രഹിക്കുന്നത് ഇഷ്ടമല്ല, സ്നേഹമാണ്. മറ്റുള്ളവരെ അംഗീകരിച്ച് ആദരിച്ച് മറ്റുള്ളവർക്ക് നേട്ടവും ലാഭവും ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സഹിച്ച് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങി ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിച്ചുകൊണ്ട് ഒരുങ്ങുമ്പോൾ അത് ദൈവസ്നേഹം നമ്മളിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുക. അങ്ങനെ മനോഹരമായ ഒരു ക്രിസ്മസിനായി നമുക്ക് പ്രാർത്ഥിച്ച് ജീവിച്ച് ഒരുങ്ങാം. ആമേൻ.